നമ്മൾ മൊബൈൽ ഫോണിൽ എടുത്ത വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത വീഡിയോയിലൊക്കെ മനോഹരമായൊരു സീൻ ഉണ്ടാവും. നമുക്കത് ഫോട്ടോ ആയിട്ട് വേണമെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ സ്ക്രീൻഷോട്ടല്ലേ എടുക്കാറ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എങ്ങനെയായാലും നമുക്ക് ആ വിചാരിച്ച കറക്റ്റായിട്ടുള്ള സീൻ ഒരിക്കലും കിട്ടില്ല. ഒന്നുകിൽ പ്ലേ ബട്ടൺ നടുക്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ആ ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ വരും, അല്ലെങ്കിലും ആ മനോഹരമായ നിമിഷം കഴിഞ്ഞിട്ട് അടുത്ത ഒരു പോയിൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ആപ്ലിക്കേഷനിലൂടെ ഇപ്പം നിങ്ങളെടുത്ത വീഡിയോ 30 ഫ്രെയിം റേറ്റിലുള്ളതാണെങ്കിൽ ഓരോ സെക്കൻഡിലും 30 ഫോട്ടോകൾ ഉണ്ടാവും. അതാണ് നമുക്ക് വീഡിയോ ആയിട്ട് പ്ലേ ആകുന്നത്. അപ്പോൾ നിങ്ങളെടുത്ത വീഡിയോയിലെ മുഴുവൻ രംഗങ്ങളുടെയും സീൻ ബൈ സീന് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ വേർതിരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട അതേ മനോഹരമായ ആ നിമിഷം നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ഗാലറിയിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ മനോഹരമായ ആപ്ലിക്കേഷൻ ഏതാണെന്നും ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ഫാറ്റ ടെക്കിൻ്റെ സ്ഥിരം പ്രേക്ഷകരല്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനമാണ് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്ക് പ്രിവ്യൂ ആണ് കാണിക്കുക. നെക്സ്റ്റ് പോകുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോട്ടോ ലഭിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ്. ഒരു വീഡിയോയിൽ നിന്ന് എങ്ങനെ ഫോട്ടോ ലഭിക്കുന്നു എന്നുള്ള എക്സാമ്പിളാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുക. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ചിത്രം തന്നെ ലഭിക്കും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിവിടെ നെക്സ്റ്റ് പോയി. ഓക്കെ, അവസാനമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ഒരു പേജാണ് വരിക. ഇവിടെ എക്സിറ്റ് പോകേണ്ട ബട്ടൺ ഉണ്ട്. പർച്ചേസ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് എക്സിറ്റ് പോകുക. ഇനി ഇവിടെ നിങ്ങൾക്ക് സെലക്ട് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആവും. ഓക്കെ, ഇനി ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഫോട്ടോ ആക്കി മാറ്റേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിലെ മാനുവൽ ക്യാപ്ചറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനു മുമ്പ് താഴെ ഫോർമാറ്റ് PNG ആയിരിക്കും, അതൊന്ന് JPG ആക്കി മാറ്റാം. എന്നിട്ട് മുകളിലെ മാനുവൽ ക്യാപ്ചറിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ലോഡാകും. എത്ര വലിയ വീഡിയോ ആണ് അതിനനുസരിച്ച് സമയമെടുക്കും. ഓക്കെ, മുകളിൽ എൻ്റെ വീഡിയോയുടെ പ്രിവ്യൂ കാണാം. ഇത് 27 സെക്കൻഡുള്ള വീഡിയോ ആണ്. അതിൻ്റെ ആദ്യത്തെ സെക്കൻഡിലെ 30 ഫോട്ടോ ആണ് താഴേക്ക് കിടക്കുന്നത്. അത് ഞാൻ നീക്കി കാണിച്ചു തരാം. ഇത് ഞാൻ നീക്കുന്നതിനനുസരിച്ച് താഴെ പ്രിവ്യൂ മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ആദ്യത്തെ ഒരു സെക്കൻഡിലെ ഈ 30 ഫോട്ടോയിൽ നിങ്ങൾക്ക് വേണ്ടതില്ലെങ്കിൽ ഇവിടെ നെക്സ്റ്റ് പോകേണ്ട ബട്ടൺ ഉണ്ട്. ആ നെക്സ്റ്റ് പോകുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത സെക്കൻഡിലെ 30 ഫോട്ടോ നമുക്ക് ഓണായി കിട്ടും. ഇത് അടുത്ത സെക്കൻഡിലെ 30 ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ 30 ഫ്രെയിം റേറ്റിലുള്ള വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഓരോ സെക്കൻഡിലും 30 ഫ്രെയിമുകൾ ലഭിക്കുന്നത്. നിങ്ങളുടെ ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച് 14 മുതൽ 30 ഓരോ സെക്കൻഡിലും വീഡിയോ കിട്ടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ ആണെങ്കിൽ നമുക്ക് ഇമേജ് ക്വാളിറ്റി കിട്ടില്ല. അങ്ങനെ നമ്മൾ അടുത്ത സെക്കൻഡിലേക്ക് മറിച്ച് നോക്കിയിട്ട് നമുക്ക് വേണ്ടുന്ന ഫോട്ടോ എത്തിക്കഴിഞ്ഞാൽ സേവ് ചെയ്താൽ മതി. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ ഈ മറിക്കുന്നതിനനുസരിച്ച് നടുവിൽ വരുന്ന ഫോട്ടോ ആണ് താഴെ സെലക്ട് ആകുന്നത്. താഴെ കാണുന്ന ഫോട്ടോ ആണ്, മുകളിലതല്ല. മുകളിൽ വീഡിയോയുടെ തുടക്കത്തിൻ്റെ പ്രിവ്യൂ ആണ്. താഴെ കാണുന്ന ഫോട്ടോ ആണ് നമ്മൾ സേവ് ആയി കിട്ടുക. അപ്പം നമുക്ക് ഏത് സീനാണ് വേണ്ടത് അത് എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെയുള്ള സേവ് ബട്ടൺ കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഗാലറിയിലേക്ക് നിങ്ങൾക്ക് സേവ് ആകുന്നതാണ്. പിന്നെ ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് പരസ്യങ്ങളുണ്ടാവും. പരസ്യങ്ങൾ വരണ്ടെങ്കിൽ നിങ്ങളിത് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇനി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ മുകളിലെ ക്യാപ്ഷനിൽ തന്നെ ലിങ്ക് കാണാം. യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇനി ആ ലിങ്ക് ഒന്നും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് വരാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അഡ്രസ് ബാറിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. ആദ്യം ടെക്ക് എന്ന് എഴുതിയതിന് ശേഷം ഒരു ഡോട്ട്, അതിനുശേഷം ഫ്രഷ് ജോബ്സ് വേൾഡ് എന്ന് ഒരുമിച്ച് എഴുതണം. ഫ്രഷ് ജോബ്സ് S ഉണ്ട് നടുവിൽ, അത് ശ്രദ്ധിക്കണം. ഫ്രഷ് ജോബ്സ് വേൾഡ് എന്ന് ഒരുമിച്ച് എഴുതിയതിന് ശേഷം വീണ്ടും ഡോട്ട്, അതിനുശേഷം കോം എന്ന് എഴുതിയതിന് ശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടുന്നതാണ്. ഇപ്പോൾ അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് HQ ഫോട്ടോ കൺവെർട്ടറിൻ്റെ പോസ്റ്റർ ലഭിക്കും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോസ്റ്റർ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുക. ഇവിടെയൊന്നും കാണുന്നില്ലെങ്കിൽ മുകളിൽ ഇടതുഭാഗത്തായിട്ട് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ സെർച്ച് ബാർ കിട്ടും. ആ സെർച്ച് ബാറിൽ ജസ്റ്റ് നിങ്ങൾ HQ എന്ന് എഴുതിയിട്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ പോസ്റ്റർ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ താഴെ റീഡ് മോർ എന്ന ബട്ടൺ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഈ പേജ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ 10 സെക്കൻഡുകളെടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.